ഏവർക്കും നമസ്കാരം. എനിക്ക് ഈ അടുത്ത കാലത്ത് ലഭിച്ച ഒരു പ്രതികരണം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് സുപ്രധാനമായ ഒരു അറിവ്, ഒരു നോട്ടീസ് എന്ന പോലെ നിങ്ങൾക്ക് നൽകുവാനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ പ്രതികരണം അല്ലെങ്കിൽ ആ നിർദ്ദേശം വായിക്കട്ടെ. ഇംഗ്ലീഷിലാണ്. സർ, when a person enters his adolescence, he becomes more active emotionally and sexually. Most of the crimes in the society are done by people of this age group. How can a person attain this level of understanding so that he can rule over his emotions and control his body and overcome the mistake he may commit during this period? Why did St. Paul say that he wished all men were like him, which meant they remain unmarried? Can you please answer these questions? ഇത് സിബി ജേക്കബ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് സ്നേഹിതനാണ് ഈ ചോദ്യം അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മുടെ ഏവരുടെയും പരിഗണനയ്ക്ക് ഉയർത്തിയതിൽ സിബിയോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പൊന്തി വരുന്ന പ്രശ്നങ്ങൾ ഒരുമിച്ച് തുറന്ന മനസ്സോടെ വലിയ ഇൻഹിബിഷൻസ് ഒന്നുമില്ലാതെ ചിന്തിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അർത്ഥവത്തായ ഒരവസരമാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഈ സംഗമം. ഈ ഒരു ഉപാധിയെ നിങ്ങൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എന്നാൽ കഴിയുമെങ്കിൽ ഈ ഒരു ദൗത്യത്തിൻ്റെ പങ്കാളികളായിട്ട് ഇതിൽ കൂടെ നാം തിരിച്ചറിയുന്ന ജീവിത സംബന്ധമായ ആഴമേറിയ ആശയങ്ങൾ, അറിവുകൾ, പരിജ്ഞാനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളുടെ തലത്തിൽ ശ്രമിക്കണം എന്ന് ഏവരോടും കർത്തൃനാമത്തിൽ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു പ്രശ്നം വളരെ പ്രാധാന്യമർഹിക്കുന്നത് കൊണ്ട് അതിലും ഉപരിയായി യുവതി യുവാക്കന്മാരുടെ അവസ്ഥകളെപ്പറ്റിയോ അവരുടെ പ്രത്യേകമായ ആവശ്യങ്ങളെപ്പറ്റിയോ പരിഗണന പാലിക്കുന്നതിന് പകരം അവയെ ഏതാണ്ട് ഒട്ടുമുക്കാലും അവഗണിക്കുന്ന വിധത്തിലാണ് എല്ലാ സഭകളും കേരളത്തിലും ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കും അതിയായ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് സിബിയുടെ ഈ നിർദ്ദേശം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതിനെപ്പറ്റി ഏതാനും ദിവസങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ നീതിമാനായ ദൈവം ഇതിനെപ്പറ്റിയുള്ള പല അറിവുകളും എൻ്റെ മനസ്സിൽ നിറയ്ക്കുകയുണ്ടായി. അത് നിങ്ങളുമായി പങ്കിടുന്നതിന് വേണ്ടി ഇത് ഒരു 6 വീഡിയോസ് ഉൾക്കൊള്ളുന്ന ഒരു സീരീസായി, അതിൻ്റെ പൊതുവായ ശീർഷകം സെക്സ് ആൻഡ് യൂത്ത്, ലൈംഗികതയും യുവത്വവും. മലയാളമാണ്, ഇംഗ്ലീഷ് അല്ല. മലയാളത്തിൽ 6 വീഡിയോകൾ ആണ് വിഭാവന ചെയ്തിട്ടുള്ളത്. അതിൽ 5 എണ്ണവും ഞാൻ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. നാളെ തൊട്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ദയവായി ഈ വീഡിയോകൾ പ്രത്യേകമായ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കാണുകയും കഴിയുമെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതി അവയെ കുറച്ചുകൂടെ പഠന രൂപത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ഈ അവസ്ഥയിലിരിക്കുന്ന യുവതി യുവാക്കന്മാരോട് ഏതെങ്കിലും അവസരത്തിൽ ഒരു ആത്മീകമായ ദൗത്യം നിർവഹിക്കാൻ ആരെങ്കിലും ഒരഭിപ്രായം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശം അന്വേഷിക്കുകയാണ്, ആരെങ്കിലും അവരുടെ പ്രശ്നം നമ്മളെ അറിയിക്കുകയാണ്, അങ്ങനെയെങ്കിൽ അർത്ഥവത്തായി അവർക്ക് പ്രയോജനം വരുന്ന വിധത്തിൽ എപ്രകാരം അതിനോട് ബന്ധം പുലർത്തുവാൻ കഴിയും, അതിനുവേണ്ടി നമ്മെ തന്നെ എപ്രകാരം പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കത്തക്ക വിധത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഈ 6 വീഡിയോകൾ വിഭാവന ചെയ്തിരിക്കുന്നത്. അത് ഒരു സാധാരണ സോഷ്യൽ മീഡിയയിലുള്ള ഉപാധികളെ പോലെ, റിസോഴ്സസിനെ പോലെ ട്രീറ്റ് ചെയ്യരുത്. ഇതൊരു പഠനാത്മകമായ സമീപനം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളത് ഇവയെ സമീപിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും എൻ്റെ ഒരു
റിക്വസ്റ്റ് ഞാൻ നിങ്ങളെ മുന്നമേ അറിയിക്കുകയാണ്. നാളെ തൊട്ട്, അതായത് 2024 ജനുവരി 22 തൊട്ട് എന്ന് പറഞ്ഞാൽ അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തൊട്ട് നമ്മുടെ ആധ്യാത്മിക രാമക്ഷേത്രവും അന്വേഷണത്തിൻ്റെ രാമക്ഷേത്രം ഒരു പടി കൂടെ കടന്നിട്ട് ഈ ഒരു പ്രത്യേകമായ വളരെയധികം സമകാലീന പ്രസക്തമായൊരു വിഷയം, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കന്മാരെ കാതലായി അലട്ടുന്ന പ്രശ്നം, ഈ ഭൂമിയുടെ പരപ്പിനെ മനുഷ്യൻ്റെ വേദന കൊണ്ട് നിറയ്ക്കുന്നൊരു പ്രശ്നം, അതിനെപ്പറ്റി വചനത്തിൻ്റെ വെളിച്ചത്തിലും ലോക ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ദാർശനികമായ ചിന്തകളുടെ വെളിച്ചത്തിലും ചരിത്രബോധത്തിൻ്റെ വെളിച്ചത്തിലുമൊക്കെ അല്പം സമഗ്രമായി ചിന്തിക്കുന്ന ഈ ഒരു ചിന്താ ശൃംഖലയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ആദരവോടെ ഇൻവൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ഷണിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നാളെ തൊട്ട് ഈ മാസം ഏതാണ്ട് 31 ഈ ഒരു 7-8 ദിവസങ്ങളിലായി അല്ലെങ്കിൽ 7 ദിവസങ്ങളിലായി ഈ 6 വീഡിയോ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായി നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഇതിനെപ്പറ്റി യാതൊരു അനിശ്ചിതാവസ്ഥയുമില്ല. ദയവായി അതിനുവേണ്ടി സമയം കണ്ടെത്തി ഇത് കണ്ട് ഇതിൻ്റെ ഉള്ളടക്കം ഗ്രഹിച്ച് ഏറ്റവും പ്രധാനം നിങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ അറിയിക്കുക. ഞാൻ ഈ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ വിഷയത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു ചിത്രമാണെന്നോ ഇതിനെ ഞാൻ സമർത്ഥമായി കൈകാര്യം ചെയ്തുവെന്നോ ഞാൻ പറഞ്ഞതിനപ്പുറത്തൊരു അറിവില്ല എന്നൊന്നും എനിക്ക് യാതൊരു അവകാശവുമില്ല. എനിക്ക് ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനും അറിയുവാനും എന്നെ തന്നെ സജ്ജമാക്കുവാനും ആർക്കെങ്കിലും എൻ്റെ അറിവ് കൊണ്ട് എൻ്റെ വ്യക്തിത്വം കൊണ്ട് പ്രയോജനം വരുമെങ്കിൽ എന്ന വിദൂരമായ സാധ്യതയെ മുൻനിർത്തി അനവരതം വളരുവാനും ഉള്ള ആത്മീയ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാനും ദാഹിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ ഓരോ വീഡിയോയും സശ്രദ്ധം കണ്ടിട്ട് നിങ്ങളുടെ പ്രതികരണം ദയവായി ഒന്നിൽ ഈ കമൻറ്റ് ബോക്സിലിടുക. പക്ഷേ അതിനേക്കാൾ എനിക്ക് പ്രയോജനപ്പെടുന്നത് നിങ്ങൾ ഇമെയിൽ വഴിയായി എന്നെ അറിയിക്കുന്നതാണ്. കാരണം ഈ കമൻറ്റ് ബോക്സിലെ കാര്യങ്ങൾ എനിക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ പ്രയാസമാണ്. കാരണം ആയിരക്കണക്കിന് കമൻറ്റ് ബോക്സ് പ്രതികരണങ്ങൾ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതെല്ലാം ഓർത്തിരിക്കുക ഒരു വ്യക്തിക്ക് സാധ്യമല്ല, പ്രത്യേകിച്ച് എൻ്റെ പ്രായത്തിലുള്ളൊരു വ്യക്തിക്ക്. അപ്പോൾ എൻ്റെ ഇമെയിൽ ID ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് അതിൻ്റെ ടോപ്പിൽ വെക്കാം. അതുപയോഗിച്ച് നിങ്ങൾ ഫീൽ ഫ്രീ ടു റൈറ്റ് ടു മീ ഇൻ ദ ഫോം ഓഫ് ഇമെയിൽ ഓർ യു ക്യാൻ ടോക്ക് ടു മീ ഓൺ ഫോൺ. ഞാൻ എൻ്റെ ഫോൺ നമ്പർ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്, ഒരിക്കൽ കൂടെ പറയുന്നു. 8848339230 8848339230. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും മുന്നമേ അതിലുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു.